അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പലരും കടക്കെണിയിൽ പെട്ടുപോയിട്ടുണ്ട് അല്ലേ. മനുഷ്യനാണ്, കടം വാങ്ങും. പക്ഷെ കടം വാങ്ങുമ്പോൾ ഒരു നിബന്ധന പറയുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരാൾ വീട്ടുമെന്ന ഉറപ്പിൽ, ഞാൻ കടം വീട്ടും, എത്രയും പെട്ടെന്ന് വീട്ടാൻ ശ്രമിക്കും എന്നുള്ള ഉറച്ച നെയ്യത്തിൽ കടം വാങ്ങേണ്ട ഘട്ടത്തിൽ വാങ്ങിയാൽ, എപ്പോഴും കടം മേടിക്കുന്നത് നല്ലതല്ല, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ വാങ്ങുന്ന സമയത്ത് ഞാൻ ഉറപ്പായും വീട്ടും, ഉറച്ച ബോധ്യത്തോടുകൂടെ വാങ്ങിയാൽ അത് വീട്ടാൻ അള്ളാഹു അവനെ സഹായിക്കും. മനസ്സിലായോ? അള്ളാഹു സഹായിച്ചില്ലെങ്കിൽ ഒരു കടവും നമുക്ക് വീട്ടാൻ പറ്റില്ല. അള്ളാഹിൻ്റെ സഹായം ഇല്ലെങ്കിൽ ഒരു കടവും വീട്ടാൻ പറ്റില്ല. അപ്പോൾ വീടും എന്നുള്ള നെയ്യത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹു അത് വീട്ടി തരും. ഇനി ഒരാൾ ഇത് ഞാൻ കൊടുത്തു വീട്ടൂല, അവനങ്ങ് പറ്റിച്ച് കളയാന്നുള്ള നിലക്കാണ് നിങ്ങൾ കടം വാങ്ങുന്നതെങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ നശിപ്പിച്ച് കളയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കടം വാങ്ങിയതുകൊണ്ട് അവന് വലിയ വീട് കെട്ടിപ്പൊക്കിയാലും കുടുംബം നോക്കിയാലും ഒരു സമാധാനവും സന്തോഷവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കടം വാങ്ങേണ്ടി വരുന്ന ഘട്ടത്തിൽ ഒരാളെയും പറ്റിക്കും ചതിക്കുമെന്ന ഒരു ബോധ്യത്തിൽ വാങ്ങരുത്. അത് ഞാൻ വീടും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ വാങ്ങാം. എന്നിട്ട് വെറുതെ നമ്മൾ ദിക്റും ചൊല്ലി ഇരിക്കണമെന്നല്ല ഈ പറയണത്. അള്ളാഹു വീട്ടിൽ തരും എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കണം. നമ്മൾ അധ്വാനിക്കുന്നത് കാരണമാണ്, തരുന്നത് റബ്ബുൽ ആലമീനാണ്. വെറുതെ വീട്ടിലിരുന്നിട്ട് കടം വീടണേ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അധ്വാനിക്കാൻ തയ്യാറായി ഇറങ്ങുമ്പോൾ നമ്മളിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ കടം വീട്ടി തരും. ലോണാണ് പ്രശ്നം. ലോൺ എടുത്ത് പെട്ടുപോയി എത്രയോ മനുഷ്യന്മാർ. എന്തിനാണ് ലോൺ എടുക്കണത്? 10 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നോക്കും, ഒരു 10 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കൂടെ നല്ല വീട് പണിയായിരുന്നു. 10 ലക്ഷം ലോൺ എടുക്കാം. ലോൺ എടുത്തിട്ട് വീട് പണിതു. 1-2 തവണ കൃത്യമായിട്ട് EMI ഒക്കെ അടച്ചു. പിന്നെ അടക്കാൻ പറ്റണില്ല. അവസാനം വീട് ജപ്തിയായി, വാടക വീട്ടിലേക്ക് വന്നു. ആ കയ്യിലുണ്ടായിരുന്ന 10 ലക്ഷം മുടക്കി ഒരു ചെറിയ വീട് പണിതായിരുന്നെങ്കിൽ സമാധാനത്തോടെ കിടക്കായിരുന്നു. ഒന്ന് ആലോചിച്ചൊക്കെ മക്കളെ, ലോൺ, പലിശ, അത് ഹറാമാണ്. തനിച്ച ഹറാമാണ് പലിശ. പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ജീവിതം അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. കാരണം ആ കെട്ടിപ്പൊക്കിയ വീട് ഹറാമിൻ്റെ വീടാണ്. വീടിന് അറബിയിൽ മസ്കൻ എന്നാണ് പറയുന്നത്, സമാധാനത്തിൻ്റെ കേന്ദ്രം എന്നാണ്. പലിശ കൊണ്ട് കെട്ടി ഉയർത്തിയ വീടാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് സമാധാനം ഉറപ്പായിട്ടും അങ്ങ് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മൾ എന്തെല്ലാം ദിക്ർ ചൊല്ലിയിട്ടും എന്തെല്ലാം സ്വലാത്ത് ചൊല്ലിയിട്ടും എന്തെല്ലാം ഓതിയിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. മനസ്സിലായോ? പക്ഷേ അള്ളാഹു കാരുണ്യവാനാണ്. നമ്മൾ പലപ്പോഴും എടുത്ത് പെട്ടുപോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? തൗബ ചെയ്യാം. മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് തൗബ ചൊല്ലിയിട്ട് നമ്മൾ ഈ പറയുന്ന ദിക്ർ ചൊല്ലിക്കോ, അള്ളാഹു റബ്ബുൽ ആലമീൻ വീട്ടി തരും. ഇനി ഞാൻ ലോണിലേക്ക് പോവില്ല എന്ന് ദൃഢപ്രതിജ്ഞ അങ്ങ് ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ചില പൊടിക്കൈകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എത്ര വലിയ ലോണാണെങ്കിലും എത്ര വലിയ കടാണെങ്കിലും അള്ളാഹ് വീട്ടി തരും. 1-2 കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തേത്, ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഖുർആൻ പറയുന്നില്ലേ, ഇസ്തിഗ്ഫാർ ചെയ്യൽ കൊണ്ട് മഴ ലഭിക്കും, സമ്പത്തിൽ വർധനവുണ്ടാവും, മക്കളെ ലഭിക്കും. ഇല്ലേ? ഇതൊക്കെ ഖുർആനിൻ്റെ ഭാഷയാണ്. ഹബീബായ തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, സമ്പത്ത് വർദ്ധിക്കാൻ ഇസ്തിഗ്ഫാർ മതി. പക്ഷേ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ സമ്പത്ത് വർദ്ധിക്കണം എന്നുള്ള നെയ്യത്തിലല്ല. ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, നീ എനിക്ക് പുറത്തു തരണേ നാഥ എന്നുള്ള ബോധ്യത്തിൽ. പടച്ചോനെ, ഞാൻ ലോൺ എടുത്ത് പോയിട്ടുണ്ട്, നീ പുറത്തു തരണേ അല്ലാ, എല്ലാം പൊറുക്കുന്നത് നീയല്ലേ അല്ലാ. ആ ബോധ്യത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത്, സുബ്ഹി കഴിഞ്ഞോ അല്ലെങ്കിൽ മഗ്രിബ് കഴിഞ്ഞോ, എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യാം. ഇനി രണ്ടാമതൊരു കാര്യം, 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും മനസ്സറിഞ്ഞ് ദുആരക്കാം. നിസ്കാര ശേഷമുള്ള ദുആയിന് ഉത്തരമുണ്ട് അല്ലേ? ആ ദുആ ചെയ്യുന്നതിന് മുൻപ് 10 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയാം. മനസ്സിലായോ? അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പാപമോചനം തേടാനല്ല. അദീം, പ്രതാപശാലിയായ അള്ളാഹ് അല്ലേ? പ്രതാപവാനായ അള്ളാഹിനോട് നമ്മൾ പാപമോചനം തേടണം. അപ്പോൾ മനസ്സിൽ ആ പാപം ഉണ്ടാകണം. ഇനി ആ പാപത്തിലേക്ക് മടങ്ങൂല്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണം. മനസ്സറിഞ്ഞ സങ്കടം ഉണ്ടാകണം തെറ്റ് ചെയ്തു പോയതിൽ. അങ്ങനെയൊക്കെ നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുകയാണെങ്കിൽ ആ കട അള്ളാഹ് വീട്ടി തരും. അള്ളാഹിനെ കൊണ്ട് വീട്ടാൻ പറ്റാത്ത വല്ലതും ഉണ്ടോ? അപ്പോൾ 5 വക്ത് നിസ്കാര ശേഷം ചൊല്ലേണ്ട ദിക്റൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കണതിന് മുമ്പ് ഒരു 10 തവണ ഇസ്തിഗ്ഫാർ ചെയ്യാം. മൂന്നാമത്തേത്, വമ്പൻ പ്രതിഫലമാണ്. എത്ര വലിയ കടാണെങ്കിലും അള്ളാഹ് വീട്ടി തരും എന്നാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 100 തവണ പതിവാക്കുക. ഇനി മറ്റൊന്ന്, നാലാമത്തേത്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തന്നെ ഒരേ ഒരു തവണ ചെറിയൊരു സൂറത്തുണ്ട്, സൂറത്തുൽ ബലദ്.
സൂറത്തുൽ ബലദ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാമല്ലോ. സൂറത്തുൽ ബലദ് ഒരു തവണ, ചെറിയ സൂറത്തല്ലേ, ആ സൂറത്ത് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു തവണ പാരായണം ചെയ്യാം. ഇനി ഒരെണ്ണം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ നിസ്കാരത്തിന് ശേഷം, എല്ലാ നിസ്കാരം, അപ്പോൾ സുബ്ഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശായൊക്കെ കഴിഞ്ഞിട്ട് ഒരു തവണ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, സൂറത്തുൽ ഹുമസ ഒരു തവണ പാരായണം ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്ന നെയ്യത്തിൽ പാരായണം ചെയ്യണം. കടം വിടാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അത് ഇഖ്ലാസ് ഇല്ലാതെ ആയിപ്പോയി അല്ലേ. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പാരായണം ചെയ്തോ, കടം അള്ളാഹ് വീട്ടിത്തരും. അതിൻ്റെ ഫലം എന്നോണം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ലേ, രാത്രിയിൽ പ്രത്യേകിച്ച് നമുക്ക് മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാം. സൂറത്തുൽ വാഖിഅ പതിവാക്കിയാൽ കടങ്ങളെല്ലാം വീട്ടിൽ തരുന്നത് മുത്തുനബി തങ്ങളുടെ വാക്കാണ്. പടച്ചോന് ഞാനൊക്കെ, എൻ്റെ മുന്നുസ്താദ്, ഞാനൊക്കെ എത്ര നാളായി സൂറത്തുൽ വാഖിഅ ഓതണ, കടം വീടിയില്ലല്ലോ. മോളെന്തിനാ സൂറത്തുൽ വാഖിഅ ഓതണേന്ന് പറഞ്ഞത്? കടം വീടാൻ. അവിടെയാണ് വിഷയം. സൂറത്തുൽ വാഖിഅ അള്ളാഹുവിന് വേണ്ടി ഓതണം. ആർക്ക് വേണ്ടി ഓതണം? അള്ളാഹുവിന്. അതിൻ്റെ ഫലം എന്നോണം അള്ളാഹു കടം വീട്ടിത്തരും. മനസ്സിലായോ? കടം വീടാൻ വേണ്ടിയല്ല ഓതുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഓതുന്നത്. അള്ളാഹുവിന് വേണ്ടി ഓതുമ്പോൾ കടം അള്ളാഹു വീട്ടിത്തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം, കഴിയുന്നത് എപ്പോഴാണോ അപ്പോൾ മനസ്സറിഞ്ഞ് എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും സൂറത്ത് ആലു ഇമ്രാനിലെ 26, 27 ആയത്തുകളൊന്ന് പാരായണം ചെയ്യുക. എന്നിട്ട് ദ്വാരക്ക അല്ലാഹുവിനോട്. എന്താണ് ആയത്തിലുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. صدق الله العظيم. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ കഴിയണത് ആ സമയത്ത് ഈ 2 ആയത്തുകൾ മനസ്സറിഞ്ഞ് പാരായണം ചെയ്തിട്ട് ഒരു തവണ മതി. ഏറ്റവും ചുരുങ്ങിയത്, കൂടുതലാണെങ്കിൽ അങ്ങനെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ഒരുപാടില്ലേ കേൾക്കുമ്പോൾ